ടേബിളിൽ വെച്ചിട്ട് ആളെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഫസ്റ്റ് ടച്ച് ആയിരുന്നു. എനിക്കത് ഭയങ്കര നാണം വന്നു. ഈ പഴത്തിന് ഇതിനകത്ത് കാണിച്ച ഏത്തപ്പഴം. അങ്ങനെ ടോട്ടൽ ഒരു സ്പർശനത്തിന് വേണ്ടി അവൻ മുടക്കിയത് 2388 രൂപ. 2388 രൂപയുടെ തൊടലോ? ഹൈലി എക്സ്പെൻസീവ്, വെരി വെരി എക്സ്പെൻസീവ്. പിന്നെ ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ഓടെ ആ ഏത്തപ്പഴം അവൻ കൊണ്ടുവന്ന കേട്ടോ. ഈ പഴമല്ലല്ല, ഇത് പുഴുങ്ങിയ പഴമില്ലേ, മറ്റത് പുഴുങ്ങാത്ത പഴമില്ലേ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഞാൻ ഒരു ഹാർഡ് കോർ ഓഡിയൻ്റാണ് ആ ചാനലിൻ്റെ. ഞാൻ ആ ചാനലിൽ എപ്പോൾ വീഡിയോ തന്നാലും ആ ലൈഫ് ഓഫ് അനന്ത് എപ്പോൾ വീഡിയോ ഇട്ടാലും ഞാൻ കാണുന്ന ഒരാളാണ്. അങ്ങനെ ഇപ്പോൾ ലൈഫ് ഓഫ് അനന്തിൻ്റെ ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി. ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനുമായി ഡേറ്റിന് പോകുന്ന വീഡിയോ അല്ല, ഡേറ്റിന് പോകുന്ന വീഡിയോ. ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇപ്പോഴത്തെ ഒരു പ്രോഗ്രസീവ് ചിന്താഗതി വെച്ച് നിങ്ങൾക്കൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലവൻ എനിക്ക് സെറ്റ് ആവുമോ, ലിവൾ എനിക്ക് സെറ്റ് ആവുമോ എന്നൊരു ട്രയൽ നോക്കുന്ന പരിപാടി. ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ലീഗലൊന്നും അല്ല, വളരെ ലീഗലാണ്. ഒരുപാട് ഡേറ്റിംഗ് ആപ്ലിക്കേഷനുകൾ ഇന്ന് അവൈലബിൾ ആണ്. ബംബിള്, ടിമ്പിള്, ട്വിറ്റർ, മട്ടർ കുട്ടർ, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ഡേറ്റിംഗ് ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് കാലം മാറുന്നതനുസരിച്ചിട്ട് കോലവും മാറണം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ എന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളിനകത്ത് ശരിയുണ്ടോ എന്നൊരു സംശയം. സോ നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സൂക്ഷിച്ച് കണ്ടോളുക. ഡേറ്റിംഗ് Come with me for a Tinder date gone wrong. So last 2 വീഡിയോസിൽ ഞാൻ ടിൻഡറിൽ പരിചയപ്പെട്ട ഒരു ബോയുടെ കൂടെ ഡേറ്റിന് പോയതായിട്ട് കണ്ടു. ആൻഡ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. സോ ഈ വട്ടം ഞാൻ ആളെ ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയാനും ആളുടെ ഓക്കെ, വീണ്ടും അവൻ്റെ കൂടെ പോയി. നേരത്തെ 2 വട്ടം അവൻ്റെ കൂടെ പോയി, ഇപ്പം 3ാമത് അവൻ്റെ കൂടെ വീണ്ടും പോയി നോക്കുകയാണ്. അവൻ ഗ്രീൻ ഫ്ലാഗ് ആണോ അവൻ റെഡ് ഫ്ലാഗ് ആണോ എന്ന് അറിയാമല്ലോ അല്ലേ. ഗ്രീൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ യവൻ പോസിറ്റീവ് ആണോ, നമുക്ക് സെറ്റാണോ, നമ്മുടെ വൈബാണോ. റെഡ് ഫ്ലാഗ് ഇവ അഴുക്ക ചറക്കനിവൻ. ഇതാണ് ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗും. അത് 2 തവണ കണ്ടിട്ട് 3ാം തവണ നമ്മളത് ഉറപ്പിക്കാൻ പോവുകയാണ്. ഇത് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുക. എൻ്റെ പൊന്നു കുഞ്ഞ്, നിൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ നീ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണോ? അല്ലാതെ അല്ലെങ്കിൽ മുടിഞ്ഞ തൊലിക്കെട്ട് തന്നെ. എന്താണ് അറിയാൻ കുറച്ച് ശ്രമങ്ങൾ നടത്തി. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ആളിനത് ഫീഡ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ 2 ടെസ്റ്റും പാസ്സായി. വാരി കൊടുക്കണം, അതാണ് ടെസ്റ്റ് നമ്പർ 1. ടെസ്റ്റ് അവൻ പാസ്സായി. കുറച്ചധികം ടെസ്റ്റുകൾ പുള്ളിക്കാരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ പുരാതന മറ്റേ ഭാരതീയ സംസ്കാരത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പണ്ട് കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ തമിഴ് സിനിമയിലൊക്കെ മല്ലനായിരിക്കണം, പെണ്ണിനെ കെട്ടണമെങ്കിൽ കല്ല് പൊക്കി തലക്കി വെക്കണം എന്നൊക്കെ കുറേ സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ പുള്ളിക്കാരി കുറച്ചിങ്ങനെ ടെസ്റ്റുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ടെസ്റ്റ് ആകുമ്പോഴും ഇവൻ പാസ് ഓർ ഇവൻ ഫെയിൽ എന്ന് പറഞ്ഞ് മാർക്കിടും. ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. 10ാം ക്ലാസ് പോലും ജയിക്കാൻ വകുപ്പില്ലാത്തവന്മാരൊക്കെ ഇമാതിരി ടെസ്റ്റുകളൊക്കെ പാസ്സാവും. അപ്പോൾ നമുക്ക് ടെസ്റ്റുകൾ കാണാം. പിന്നെ ഫുൾ ടൈം എന്റെ ബാഗ് ക്യാരി ചെയ്യുക. ആ ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു മോളിൽ പോയിട്ട് അവിടെ അതായത് പുള്ളിക്കാരിക്ക് വേണ്ടത് ഒരു ലോഡിംഗ് ചുമറ്റു തൊഴിലാളി എന്ന് പറയുന്ന തസ്തികയിലോട്ടും പുള്ളിക്കാരി ആളെ എടുക്കുന്നുണ്ട്. ഒരുപാട് ടെസ്റ്റുകളുണ്ടല്ലോ, അപ്പോൾ ഒരു ജോലിക്ക് ആളെ എടുക്കുകയാണ്. 1ാമത്തത് വാരി കൊടുക്കുക, കെയറിങ് ആയിട്ടായി. 2ാമത്തത് ലോഡിംഗ് തൊഴിലാളി. ഇനി അടുത്ത ടെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. 799 ഈച്ചാണ്. എനിക്ക് 2 ഡ്രസ്സാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടെ. 799 799 രൂപ ഈച്ച് ആണ് ഈ ഡ്രസ്സിൻ്റെ വില. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഗ്രീൻ ഫ്ലാഗ്. അത് വേണ്ടടി, നിൻ്റെ കൈ കാണുന്നെന്ന് പറഞ്ഞാൽ അവൻ റെഡ് ഫ്ലാഗ്. ഇങ്ങനെയാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് റെഡ് വൺ ആണ്. ആൻഡ് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് 2 ഒരേപോലെ ഇഷ്ടമായി. ഐ വാസ് വെരി ഇഷ്ടപ്പെടും, എനിക്കറിയാം, ഇഷ്ടപ്പെടും. 2 കൊള്ളാം. നൈസ് ഡ്രസ്സ്. ഓരോരുത്തരുടെ എസ്തെറ്റിക് സെൻസ് അഥവാ സൗന്ദര്യബോധം ഓരോ വ്യക്തിയിലും വ്യക്തി അനുഷ്ഠിതമായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട, ചെറുപ്പക്കാരൻ ഇഷ്ടപ്പെട്ടാൽ നോക്കാം. ഇല്ല, അവൻ തിരിച്ചു നോക്കത്തില്ലേ, നീ ഗ്രീൻ ഫ്ലാഗ് ആണോ റെഡ് ഫ്ലാഗ് ആണോ എന്ന്. അപ്പോൾ അവൻ്റെ പെർസ്പെക്റ്റീവ് ഇനി അവൻ്റെ ചാനലിൽ വ്ലോഗ് കാണുമായിരിക്കും. കൺഫ്യൂസ്ഡ്. ആൻഡ് അവസാനം ഞാൻ റെഡ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് എന്നെ സർപ്രൈസ് ചെയ്തു. ഒരു 3 ആള് വെയിറ്റ് ചെയ്തു. ആളെ ലിറ്ററലി ബ്ലാക്കും കൂടെ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നു. ആൻഡ് വാവ്, ലിറ്ററലി ബ്ലാക്കും കൂടെ എടുത്ത് കയ്യിൽ വെച്ചം കൊടുത്തു. കൊണ്ടുപോ മോളെ. അപ്പോൾ എത്ര രൂപ? 1598 രൂപ ഈ പെൺകുട്ടിക്ക് ഡ്രസ്സിന് വേണ്ടി ആ ചെറുപ്പക്കാരൻ ചിലവാക്കിയിരിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ കാശുണ്ടാവണം. നീ ജോലിക്ക് പോകണോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇതല്ല, പക്ഷെ കാശുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ അവൻ പാസ്സായ ടെസ്റ്റുകൾ: ഫുഡ് ടെസ്റ്റ് പാസ്സായി, ഫുഡ് ഉണ്ടാക്കി തിള്ളിത്തരി കയറ്റി തന്ന്. ഫീഡിങ് ടെസ്റ്റ് പാസ്സായി,
ഫുഡ് ടെസ്റ്റ് ഫുഡ് കൊണ്ടുവന്നത്, ഫീഡിംഗ് ആണ് അണ്ണാക്കി തിരികെ തന്നത്. ഓക്കെ, ബാഗ് ക്യാരിയിങ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ചുമട്ട് തൊഴിലാളി പണിക്കവൻ ഓക്കെയാണ്. ഈ ചുമട്ട് തൊഴിലാളി ഞാൻ കുറച്ച് കാണല്ല കേട്ടോ, ഇതിൻ്റെ ഒരു പ്രാസത്തിൽ നിങ്ങൾ അങ്ങ് എടുത്താൽ മതി. ഷോപ്പിംഗ് ടെസ്റ്റ്, ഇത് എല്ലാത്തിനും പൈസ മുടക്കുന്ന അവനാന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവനൊരു നാരങ്ങ മുട്ടായി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ആ ചെറുപ്പക്കാരന്? ഒരു നാരങ്ങ മുട്ടായി പോട്ട് തിരിച്ച് അവൻ്റെ അണ്ണാക്കി വെച്ച് കൊടുക്കുന്ന കാണിച്ചില്ലല്ലോ. ടോട്ടൽ 1500 ആ ഷോപ്പിംഗ് ടെസ്റ്റും കൂടെ ആൾ പാസ്സായി. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് ആൾക്കാരെ. 250 രൂപ ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന സമയത്തെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഇവനെ നമ്മൾ കളിയാക്കി വിളിക്കുന്ന ഡാ സിൽക്കെ എന്ന് പറഞ്ഞിട്ടാണ്. ഇവനെ അങ്ങനെ ഡാ സിൽക്കെ എന്ന് വിളിക്കാനുള്ള കാരണം, ഇവൻ പ്രേമിക്കുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കാരണം പേരൊന്നും ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. ഈ പെൺകുട്ടിക്ക് ഡയറി മിൽക്ക് സിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ എല്ലാ ദിവസവും ഈ പെൺകുട്ടിക്ക് ഡയറി മിൽക്ക് സിൽക്ക് കൊണ്ടു കൊടുക്കും. അന്ന് ഈ സിൽക്ക് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇങ്ങനെ ഹിറ്റടിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സിൽക്ക് എന്ന് പറയുന്ന സാമാനം അവൻ ഇന്ന് വരെ തിന്നിട്ടില്ല. എന്നിട്ടും സംഭവിച്ചു ആ പെണ്ണവനെ തെച്ചിട്ട് വേറെ സിൽക്ക് എന്ന് അവൻ്റെ കൂടെ പോയി. അപ്പോൾ ഇതേപോലെ ഈ കുട്ടി 250 രൂപയുടെ ഡയറി മിൽക്ക് മേടിച്ചു. ഈ വിലയൊക്കെ ഞാൻ പറയുന്നതിന് പിന്നെ കാരണമുണ്ട് കേട്ടോ, പറയാം. ആൾ ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു, വിച്ച് വാസ് അഗെയിൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു, 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ടെസ്റ്റ് ആണ്. ഈ ആൾ എനിക്ക് വേണ്ടി 0 sugar ആണ് ചൂസ് ചെയ്തത്. അവൻ ഹെൽത്ത് ടെസ്റ്റാണ്, 0 sugar ആണ് അവൻ ചൂസ് ചെയ്യുന്നത്. ആ സ്പ്രൈറ്റല്ലേ, സ്പ്രൈറ്റ് 0 sugar ആണെങ്കിൽ നല്ലതല്ലേ? പിന്നെ കാർബോഹൈഡ്രേറ്റ് ആരോഗ്യത്തിന് വളരെ നല്ലതാ. അവൻ ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. ഹെൽത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പാരസിറ്റമോളൊന്നും മേടിപ്പിച്ചില്ലോ, നല്ല കാര്യം. ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ. ഈ പെങ്കുച്ചിട്ട് കൈ ഇരിക്കുന്ന സാധനങ്ങൾ നോക്ക്, സ്പ്രൈറ്റ്, കേക്ക്, മറ്റേ സുനാപ്പി, ഇതിനും വേണ്ട സാധനങ്ങൾ തിന്നാൻ പറ്റുമോ? പക്ഷെ ഇതൊരു കില്ലാടി തന്നെ. വളരുന്ന കുട്ടികൾ കഴിച്ചോട്ടെ, പാവം. നല്ല വിശപ്പ് കൊണ്ടല്ലേ, നമ്മൾ ആഹാരത്തിന് കണക്ക് പറയാൻ പാടില്ല. കാര്യം എടുത്ത് വെച്ചു. പിന്നെ ആള് ഞാൻ ഹണി കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾ അതും മേടിച്ചോളാൻ പറഞ്ഞു. എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തോണ്ട് എല്ലാ ആളുടെ കൊടുത്തു. ഫൈനൽ ടെസ്റ്റ് ആണ്. ആളെന്നെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, ബിൽ ടെസ്റ്റും പാസ്സായി. അതായത് കാശ് കൊടുക്കാൻ ഒരു ഓൺലൈൻ ഫിനാൻസ് കമ്പനിയെ പോലെ അവനെ കൊണ്ട് നടക്കുകയാണ്. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് അവൻ കാശ് കൊടുത്തോളും. പിന്നെ സാധനങ്ങൾക്കൊന്നും ബില്ല് സ്പ്ലിറ്റ് ചെയ്യേണ്ട പോലും വന്നില്ല. എല്ലാ കാശ് ഫുള്ള് അവ ഇറക്കി. അപ്പം പിച്ചക്കാരനായിട്ടുള്ളവൻ സ്നേഹിക്കാൻ പാടില്ല, കുടുംബ ബാധ്യതകളുള്ളവൻ സ്നേഹിക്കാൻ പാടില്ല, ലറ്റപ്രഭുവായിട്ടുള്ളവൻ കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന വേദനിക്കുന്ന കോടീശ്വരന്മാർക്കുള്ളൊരു പരിപാടിയാണ് ഈ ഡേറ്റിംഗ്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി, ബാക്കിയുള്ളവരെ എനിക്കറിയത്തില്ല, നല്ല പിള്ളേർ കാണും. നമ്മളിത് പിന്നെ ഒരു കേക്കും കൂടി മേടിച്ചു, 90 rupees ആയിരുന്നു, വിച്ച് വാസ് വെരി യമ്മി. ബട്ട് നമ്മൾ തിരിച്ചു പോകണ വഴി മെട്രോയിൽ വെച്ചിട്ട് ആളെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഫസ്റ്റ് ടച്ച് ആയിരുന്നു, എനിക്കത് ഭയങ്കര നാണം വന്നു. ഈ പഴത്തിന് ഇതിനകത്ത് കാണിച്ച ഏത്തപ്പഴം അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. അങ്ങനെ ഫൈനലി ട്രെയിനിൽ വെച്ച് ഇവരിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ റൊമാൻസ്, കണ്ണും അങ്ങനെ ആ സാധനം ട്രൈ ചെയ്തു. അതാണ് ഫസ്റ്റ് ടച്ച്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് കാണിച്ച ഏത്തപ്പഴമാണെങ്കിലും ഈ കയ്യിലെ സ്നേഹം, നമ്മൾ ഏത്തപ്പഴത്തിന് 10 രൂപ പോട്ട് പുല്ല്. ഇനി അവൻ കയ്യിൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ സ്പെൻഡ് ചെയ്തത് 1598 രൂപ വസ്ത്രത്തിന്, 250 രൂപ ഡയറി മിൽക്കിന്, 110 രൂപ ബർഗറിന്, 30 രൂപ സ്നാക്സിന്, 60 രൂപ എന്തിനാ പുല്ല് പറഞ്ഞു എനിക്കത് മനസ്സിലായ പോലും ഇല്ല, 250 രൂപ ഹാർട്ടിൻ്റെ പടവുള്ള കേക്കിന്, 90 രൂപ അല്ലാതെ മുണുങ്ങി തിന്ന കേക്കിന്. ഇത്രയാണ് കണക്കി പറഞ്ഞത്. പ്ലസ് നമ്മൾ 0 ഡയറ്റിൻ്റെ ഒരു ഷുഗർ എടുത്തിട്ടുണ്ടായിരുന്നു, അല്ല സ്പ്രൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കണക്ക് മിസ്സിങ് കേട്ടോ, അത് ഞാനും വിട്ട്. അങ്ങനെ ടോട്ടൽ ഒരു സ്പർശനത്തിന് വേണ്ടി അവൻ മുടക്കിയത് 2388 രൂപ. 2388 രൂപയുടെ തൊടലോ? ഹൈലി എക്സ്പെൻസീവ്, വെരി വെരി എക്സ്പെൻസീവ്. പൊന്നട, അവൻ ഇത്ര എക്സ്പെൻസീവ് ആണ്. ഒന്ന് തൊടാനുള്ളിൽ തീരാ മോഹം. എടാ, ഈ കണക്കിന് നീ കല്യാണം കഴിച്ച് നീ മുടിഞ്ഞ് ഒന്നും നോക്കാനില്ല, നീ തീർന്ന്. ബാക്കി പറ, പഴത്തിൻ്റെ കേസ് പറ. ഓൾ ടുഗദർ ഇറ്റ് വാസ് വെരി ഫൺ. പിന്നെ ആളിന്റെ ടെസ്റ്റുകളൊക്കെ പാസ്സായി. ലൈക് ബോയ്സ് ഒക്കെ ഗ്രീൻ ഫ്ലാഗ് ആണോ എനിക്കറിയില്ല, ബട്ട് ദിസ് ഗായ് ഐ തിങ്ക് ഐ വിൽ ഗോ ഫോർ എ ഡേറ്റ് വിത്ത് ഹിം അഗെയിൻ. വീണ്ടും അവൻ്റെ കൂടെ ഡേറ്റിന് പോവാം. എലിജിബിൾ ആണല്ലോ, എന്ത് മേടിച്ചാലും അവൻ പൈസ കൊടുത്തോളും. അത് കൂടെ പൈസ, എടാ ഇത് കൂടെ പൈസ, കൂടെ പൈസ, എന്തിനും അവൻ തയ്യാർ. അപ്പോൾ അവനെ ഡേറ്റിങ്ങിന് കൊണ്ടുനടക്കാൻ. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ, അവൻ്റെ പെർസ്പെക്റ്റീവ് ഒന്ന് ചിന്തിച്ച് നോക്കണം, ആ ചെറുപ്പക്കാരൻ്റെ പെർസ്പെക്റ്റീവ് എന്ന്. ഒന്ന് തൊടാൻ അവൻ മുടക്കിയത് 2388 രൂപ. ഇതിനകത്ത് അവൻ എന്തൊരു ലാഭം? ഒന്ന്
അതേസമയം അവനൊരു കിണയും കിട്ടിയിട്ടില്ല. അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഈ പെണ്ണെ കൊണ്ട് തെറ്റിച്ച്. ഈ പെണ്ണിന് ഇഷ്ടമുള്ള ഹൃദയത്തിൻ്റെ പടമുള്ള കേക്ക്, ചതുരത്തിലുള്ള ലാവ കേക്ക്, ചോക്കോ ലാവ കേക്ക്, സ്പ്രൈറ്റ്, കുന്തം, കുടച്ചക്രം, കപ്പലണ്ടി മുട്ടായി, നാരങ്ങ മുട്ടായി, സബർജല്ലി, സകല സാമാനം ഈ പെണ്ണ് മേടിച്ചു കൊടുത്ത്. തിരിച്ച് നീ എന്തിനു കൊടുത്ത് അവന്? അപ്പോൾ അവൻ്റെ പെർസ്പെക്റ്റീവിൽ താനൊരു റെഡ് ഫ്ലാഗ് അല്ലേ? ഇതിൻ്റെ എപ്പിസോഡ് നമ്പർ 2 റിലീസായിട്ടുണ്ടായിരുന്നു. അതും അനന്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്കത് കാണാം. അതും ഗംഗേമം. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ടിൻഡറിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആളെ ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ടെക്സ്റ്റ് ചെയ്തോ? ടെസ്റ്റ് അല്ലേ? നമ്മൾ ചെയ്തതിന് ശേഷം ഡബ് ചെയ്തിട്ടല്ലേ? അപ്പോൾ അക്ഷരത്തെറ്റ് പാടില്ല. ടെക്സ്റ്റ് അല്ല, ടെസ്റ്റ്. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ഓടെ ആ ഏത്തപ്പഴം അവൻ കൊണ്ടുവന്ന കേട്ടോ. വേണ്ടേ? അയ്യോ പോയി. പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആളെ ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ കണ്ടാടാ ആ പഴം അവൻ കൊണ്ടുവന്നയാ. ഈ പഴമല്ലല്ലോ, ഇത് പുഴുങ്ങിയ പഴമില്ലേ? മറ്റത് പുഴുങ്ങാത്ത പഴമില്ലേ? എടാ നീ ഏത്തപ്പഴത്തിന്റെ ഹോൾസെയിൽ ഡീലർ. ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബിക്കോസ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിംഗ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളെ എന്റെ ദൈവമേ, ഈ പെണ്ണ് ഇതിനും വേണ്ടി തിന്നാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നേ? നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞെ കഴിക്കണത്. എൻ്റെ അമ്മ ഓസിനെ കിട്ടുന്നെന്നും പറഞ്ഞ് ഇമാതിരി ഇതേപോലെ കുറേ ഉണ്ടേ നമുക്ക് ചുറ്റും. ഒരുത്തൻ്റെ കാശുണ്ട്, അവൻ മുടക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ലവന്മാരെ മൊത്തം ബാക്കി പണ കേക്കട്ടെ. ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീൽ ചെയ്തത്. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിങ് ആയിരുന്നു. ആൾ അതും പാസ്സായി. ഇതിനകത്ത് എന്ത് കെയറിങ്ങാ? ഇല്ല, സ്വാഭാവികമായിട്ടും നടന്നു പോകുമ്പോഴത്തേനും റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു അതായിരുന്നോ കെയറിങ്? ഞാൻ വിചാരിച്ചു വെച്ചതല്ലായിരുന്നില്ലേ കെയറിങ്. ടെസ്റ്റ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ. ഈ ഇതൊക്കെ കാണുമ്പോഴാണ് ഈഗോ ഇല്ലാത്തവനെ നീ ആ പെണ്ണിൻ്റെ കാലിലെ ചെരുപ്പിട്ട് എടുത്ത് ആ പെണ്ണ് തിരിച്ച് നിന്റെ ഷൂലേസെങ്കിലും കെട്ടിത്തരുമോ? അപ്പോൾ പെണ്ണി നീ ജീവിതകാലം മൊത്തം നീ അടിമ. നീ എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ഈ കൊല്ലം ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനൊരു പട്ടം പറക്കുന്ന കാണാം. ആ പട്ടത്തിൻ്റെ നൂലും പിടിച്ചുകൊണ്ട് ഒരു കൊച്ചിറക്കൻ താഴെ നിൽക്കുന്ന കാണാം. ഈ പട്ടമാണ് നീ. ആ കൊച്ചിറക്കനാണ് ആ കൊച്ച്. നിനക്ക് സ്വാതന്ത്ര്യമില്ലടാ. നീ തീർന്ന്. സീറോ ഈഗോ. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റ് വിത്തിൻ സെക്കൻഡ്സ് അവൻ എന്റെ കൈ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അല്ല, അപ്പം നമ്മൾ മുമ്പേ ആദ്യ സ്പർശനം അത് കഴിഞ്ഞ പിന്നെ എന്തൊക്കെയാണോ എന്തോ കയ്യിൽ ഈ ടെസ്റ്റുകളുടെ പേര് താങ്കൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തേ? ഞാൻ പറയുന്ന അടുത്ത ബിഗ് ബോസിൻ്റെ ഈ എപ്പിസോഡുകൾ ഉണ്ടാക്കുന്ന ഈ മത്സരങ്ങൾ ഉണ്ടാക്കുന്ന ടീമിൽ ക്രിയേറ്റീവ് ടീമിലേക്ക് താങ്കൾ പോകണം. ഇത്രയധികം ടെസ്റ്റുകൾ ഞാൻ ബിഗ് ബോസിൽ പോലും കണ്ടിട്ടില്ല. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇത്രയും ടെസ്റ്റുകൾ ഞാൻ കണ്ടിട്ടില്ല. എന്തിനാണിത്? അങ്ങനെ പാസ്സായി. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോൾ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി ആൾ ഫുൾ ടൈം 2 കൈയും എന്റെ ചുറ്റും നിർത്തിയിട്ടാണ് എലിവേറ്ററിൽ ഫുള്ള് ക്യാരി ചെയ്തത്. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. ഓഫ്കോഴ്സ് അവനെന്തോന്നു UV റേ പ്രൊട്ടക്ടറായിട്ടുള്ള സാമാനമോ? എൻ്റെ ശരീരത്തിൽ എന്തോരം സൂര്യൻ്റെ കിരണങ്ങൾ വന്ന് സ്പർശിക്കണമെന്ന് തീരുമാനിക്കാൻ അവൻ നിന്നെ റെയ്ബാൻ്റെ ഗ്ലാസ്, റെയ്ബാൻ എന്ന് പറയാൻ പറ്റത്തില്ല, 10 രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലാസ് ആയിട്ടാണ് തോന്നുന്നു പെണ്ണ് ഉപമിച്ചേ. അപ്പോൾ സൂര്യപ്രകാശം വെട്ടം അടിക്കുമ്പോഴത്തേനും ഈവൻ മറയ്ക്കുകയാണ് ആ സാധനം. നീ ആദ്യം മേടിച്ചൊരു ഡ്രസ്സില്ലായിരുന്നോ 799 രൂപ എന്ന് പറഞ്ഞാൽ, അതിലവൻ എവിടെ മറയ്ക്കും? ഞാൻ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് പറഞ്ഞല്ല, സൂര്യൻ്റെ ചൂടേക്കുമ്പോൾ മറയ്ക്കുന്ന ടെസ്റ്റ് നോക്കുമ്പോൾ ഇതിപ്പോൾ കാല് ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ മറച്ച് എങ്ങനെ അപ്പോൾ ഷാൾ ഇടണം, ഇല്ലെങ്കിൽ അവൻ കെയറിങ് ഏട്ടായാവും കലിപ്പൻ്റെ കാന്താരിയാവും. മേടിക്കാണ്ട് സൂക്ഷിച്ചു. അടുത്തത് വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. ഓഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി. ഇവന്റെ അസുഖം വേറെയാ കൊച്ചേ, നിനക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. ആദ്യത്തെ 2-3 തവണ അവൻ മാന്യനായിട്ട് നിന്നെങ്കിലും പിന്നീട് അവൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്.
അവൻ പ്രിപ്പയർ ആകുകയാണ് അതിന്. കുട്ടി ഓക്കെ ആണോ, അവനും ഓരോ ടെസ്റ്റ് ചെയ്യുക. ഇവളുടെ കൈ പിടിച്ചവളെന്തെങ്കിലും പറയുമോ? ഇല്ല, പറയത്തില്ല. ഇവളുടെ ഡ്രസ്സ് പിടിച്ച് വെച്ചവളെന്തെങ്കിലും പറയുമോ? പറയത്തില്ല. അവളുടെ മുട്ടിൻ്റെ അവിടെ മറിച്ചവളെന്തെങ്കിലും പറയുമോ? പറയത്തില്ല. ഇവളുടെ മുടി സെറ്റ്, അങ്ങനെ അവനും റേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് താങ്കളെ. അവന് പറയണ്ടേ ഗ്രീൻ ഫ്ലാഗ് ആണോ, റെഡ് ഫ്ലാഗ് ആണോ, യെല്ലോ ഫ്ലാഗ് ആണോ എന്നൊക്കെ. ഇത് നമ്മൾ രാവിലെ തൊട്ട് ഈ ആഫ്റ്റർനൂൺ വരെയുള്ളതാണ്. അടുത്ത പാർട്ടിൽ ആൾ എനിക്കൊരു സർപ്രൈസ് തരുന്നതുണ്ട്. ഓൾ ടുഗദർ പാർട്ട് 1 അഭിപ്രായം പറയാം. അടുത്തതിൽ ഇന്നും സർപ്രൈസ് തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും പഴമാന്ന് തോന്നുന്നു. എടാ, നിനക്ക് ഏത്തപ്പഴത്തിൻ്റെ എന്തെങ്കിലും ഹോൾസെയിൽ ബിസിനസ് കടയാണോ? ഇതിനും വേണ്ടി ഏത്തപ്പഴം നീ ജിമ്മിൻ്റെ ആളാ? എനിക്കറിയാൻ പാടില്ല ഈ സമൂഹത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണെന്നുള്ളത്. ഈ ഡേറ്റിങ് ചെയ്യുന്നൊരു തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ഈ ടിൻഡർ, ബമ്പിള്, കുമ്പിള് ഒന്നും ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതിലുള്ള ഒരാളുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലാകുന്നത്, നിങ്ങൾ ഹൃദയം പങ്കുവെക്കുന്നതും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രൈവസി ഉണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ സാമാനം കാണണം. വീട്ടുകാർ കണ്ടിട്ട് അവർ ഒരു പ്രോഗ്രസീവ് കാർഡ് എടുത്തിട്ട് കുറേ ടെസ്റ്റുകൾ നടത്തണം ഈ പെണ്ണിനെക്കുറിച്ച്. അപ്പോൾ കുറേ ഓക്കെയാണ്, വീട്ടുകാർക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലാവും. അതിനി വീട്ടുകാർ ഇതിനൊക്കെ സപ്പോർട്ടാണോ എന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. എതിലെങ്കിലും അഴിഞ്ഞാടി പോയിട്ട് വന്നാലും, ഈ പെൺകുട്ടി അഴിഞ്ഞാടി നല്ല കേട്ടോ പറയുന്നേ, ഞാൻ ഒരു പൊതു തത്വം പറഞ്ഞതാ. പോയിട്ട് വന്നാലും കുഴപ്പമില്ല, പൈസ കൊണ്ടിരുന്നുണ്ടോ, സെറ്റാണോ, ഹാപ്പിയാണോ, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ കൂടുതലും യുവതലമുറയിലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് ലക്ഷ്വറി ലൈഫാണ്. ഇവർക്ക് ഈ ലക്ഷ്വറി ലൈഫ് മാത്രം കിട്ടിയാൽ മതി. ഈ ലക്ഷ്വറി ലൈഫിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടം നമ്മൾ ചിന്തിക്കുന്നില്ല. എല്ലാത്തിലും അപകടം ഉണ്ടാകണമെന്നല്ല, അപകടത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് ഇത് എവിടെ ചെന്ന് ഇടിച്ച് നിൽക്കുമെന്ന് എനിക്കൊരിതുണ്ട്. അങ്ങനെ ആവാതിരിക്കട്ടെ. ഇനി ഇവൻ്റെ ഗ്രീൻ ഫ്ലാഗ് കഴിഞ്ഞിട്ട് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള എങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ബൈ.